കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മളെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ, ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവൽ വേൾഡ്. ഫ്യൂഡലിസവും മധ്യകാല ലോകവും അതിൻ്റെ നമ്മളൊരു പാർട്ട് ഇട്ടതാണ്. അപ്പോൾ പാർട്ട് 2 വേണമെന്ന് ഞാൻ കണ്ട് കുറേ കമൻറ്റ് കണ്ടു കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മൊത്തവും നോട്ടിൽ എഴുതിയിട്ടുണ്ട്. കാരണം ചെറിയൊരു ചാപ്റ്ററാണ്, നമ്മളത് വായിച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കഥ പോലെ കുഞ്ഞുങ്ങളെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പിടികിട്ടും. നിങ്ങൾ ആ ടെസ്റ്റ് പ്രത്യേകിച്ച് മലയാളം മീഡിയക്കാർക്ക് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം എഴുതി വെച്ചത്. ഈ ഒരു ചാപ്റ്ററേ ഉള്ളെന്ന് തോന്നുന്നു, എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അല്ലേ. നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള 10ാമത്തെ ചാപ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, ഭയങ്കര ചാപ്റ്ററായിരുന്നു അല്ലേ. ഈ ഉള്ളിലേക്ക് ഏറ്റവും വലിയ ചാപ്റ്റർ ഈ 10ാമത്തെ ആയിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അതും പരീക്ഷ അടുപ്പിച്ചില്ലേ, ഭയങ്കര പാടായിരുന്നു എല്ലാവർക്കും ഇല്ലേ അതൊന്ന് പഠിച്ച് തീർക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ചെറിയൊരു ചാപ്റ്ററാണ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ആനുവൽ എക്സാമിൻ്റെയാണ്. ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവൽ വേൾഡ്. ഫ്യൂഡലിസവും മധ്യകാല ലോകവും. പാഠത്തിൻ്റെ പേര് എങ്ങനെയുണ്ട്, കൊള്ളാലോ. ഞാൻ അതിനകത്തിലേ ഒരു 10 വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഇത് മലയാളത്തിൽ എഴുതിയേക്കുന്നത് എന്താ, ഇംഗ്ലീഷ് ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ എന്താ മലയാളം ഇംഗ്ലീഷും കൂടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൺ വേർഡ്, നമ്മളോടിപ്പോൾ പെട്ടെന്ന് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് പറയാനതിന് വേണ്ടി ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ മലയാളത്തിൽ, കാരണം നമ്മളോട് ചോദിക്കുക കോർപ്പസ് ജൂറി സിവിൽസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ ഏതെല്ലാം. എന്താ ഞങ്ങളെ കോർപ്പസ് ജൂറീസ് സിവിൽസുമായിട്ട് ബന്ധമുള്ള വസ്തുതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിപ്പം ഇംഗ്ലീഷിലും അത് തന്നെയാണ്, ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴേ കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് കേൾക്കുമ്പോഴേ അതുമായിട്ട് ബന്ധപ്പെട്ട 3 എണ്ണമാണ് ഈ 3 എണ്ണം കേട്ടോ. ഡൈജസ്റ്റ്, കോഡ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഇനി അറബ് സാഹിത്യ കൃതികൾ ഏതെല്ലാമാണെന്ന്, അറബ് സാഹിത്യ കൃതികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ആ പേരൊക്കെ ഇരിച്ച് വെറൈറ്റി പേരുകളാണ്. റുബായിയാത്ത്, ഷാഹ്നാമ കേട്ടോ. റുബായിയാത്ത് അല്ലേ, വെറൈറ്റി പേരുകളല്ല. ഷാഹ്നാമ, ഷാഹ്നാമ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ, കാരണം നമ്മുടെ ടെസ്റ്റ് തന്നപ്പോൾ നമ്മൾ പഠിച്ചെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. ഗ്രന്ഥങ്ങളിൽ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് അല്ലേ, ആ ഗ്രന്ഥങ്ങളിൽ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടവ ഇതിനകത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കിതാബ് അൽ ഹാവി, വൈദ്യശാസ്ത്രം, മെഡിക്കൽ കേട്ടോ, വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ, കിതാബ് അൽ ഹാവി, അൽ ഖാനൂൻ, ഫിറ്റ്യൂബ് അല്ലേ, അങ്ങനെ അടിച്ച് കട്ടി വാക്കുകളല്ലേ. കിതാബ് അൽ ഹാവി ഓപ്ഷൻ തരുമായിരിക്കും നിങ്ങളെ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചേക്കണേ. അൽ ഖാനൂൻ, ഹിറ്റ്യൂബ് എന്നാണ് കേട്ടോ. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 3ാമത് നമ്മൾ പഠിച്ചത് കേട്ടോ. അതിൽ ആരൊക്കെയാണ് ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അൽറാസി, ഇബ്നു സീന കേട്ടോ. അൽറാസി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇബ്നു സീന കേട്ടോ. പിന്നെ പശ്ചിമ റോമാ സാമ്രാജ്യത്തെ കീഴടക്കി നിലവിൽ വന്ന സാമ്രാജ്യം ഏതാണ്? പശ്ചിമ റോമാ സാമ്രാജ്യത്തെ ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ഉണ്ടോ നിങ്ങൾ? ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുക. പശ്ചിമ റോമാ സാമ്രാജ്യത്തെ കീഴടക്കി നിലവിൽ വന്ന സാമ്രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഫ്രാങ്കിഷ് സാമ്രാജ്യമാണ് കേട്ടോ. ഫ്രാങ്കിഷ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പൂർവ്വ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരായിരുന്നു? ജസ്റ്റീനിയൻ അല്ലേ. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭാവനയാണ് ജസ്റ്റീനിയസ് നിയമം എന്ന് പറയുന്നത് അല്ലേ, കോഡ് ഓഫ് ജസ്റ്റീനിയൻ. ഓർമ്മയുണ്ടോ? പൂർവ്വ റോമ സാമ്രാജ്യമൊക്കെ നമ്മൾ എടുത്തതാണ്, ഓർമ്മയുണ്ടോ? അതിനകത്തിലെന്താ, ജസ്റ്റീനിയൻ്റെ നിയമമാണ് അദ്ദേഹം കൊണ്ടുവന്ന സംഭാവന അല്ലേ, കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ. അടുത്ത യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി സ്ഥാപിച്ച സാമ്രാജ്യം ഏതാണ്? യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ, ഒരു ഗോത്രവിഭാഗമാണല്ലോ, അങ്ങനെയുള്ള ഈ ഫ്രാങ്കുകൾ കീഴടക്കി സ്ഥാപിച്ച സാമ്രാജ്യം ഏതാണ്? ഫ്രാങ്കിഷ് സാമ്രാജ്യമാണ് കേട്ടോ, ഫ്രാങ്കിഷ് സാമ്രാജ്യം. മാലി സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരി ആരാണ്? മാലി സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരി ആരാണ്? മൻസ കങ്കൻ മൂസ. മൻസ കങ്കൻ മൂസ. മുഹമ്മദ് നബി തൻ്റെ അനുയായികളുമായിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവത്തിനെ ഹിജറ എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മുഹമ്മദ് നബി തൻ്റെ അനുയായികളുമായിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവത്തിനെ ഹിജറ എന്നാണ് പറയുന്നത് കേട്ടല്ലോ. 9 എണ്ണോ നോക്കണേ, 9 എണ്ണോ. അടുത്ത 10ാമത്തെ ചോദ്യം, മെക്സിക്കോ തടാകത്തിനുള്ളിൽ ആസ്ടെക്കുകളിനെ കുറിച്ചൊക്കെ ഇപ്പം നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആസ്ടെക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
മെക്സിക്കോ തടാകം അത് കേട്ടിട്ടുണ്ടല്ലോ. ഈ തടാകത്തിനുള്ളിൽ ആസ്റ്റക്കുകൾ എന്ന് പറയുന്നത്, അതായത് നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ മംഗോളിയൻ അതൊക്കെ ആസ്റ്റക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപിൻ്റെ പേര് ചിനമ്പകൾ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് കൂടെ നോക്കണേ, ചിനമ്പകൾ. മംഗോളിയൻ സാമ്രാജ്യത്തിൽ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത് ചെങ്കീസ് ഖാൻ ആരംഭിച്ച തപാൽ സമ്പ്രദായത്തിൻ്റെ പേരെന്താണ്? ചോദ്യം നല്ലപോലെ കേൾക്കണേ. മംഗോളിയൻ സാമ്രാജ്യത്തിൽ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ചെങ്കീസ് ഖാൻ ആരംഭിച്ച തപാൽ സമ്പ്രദായത്തിൻ്റെ പേര് YAM യാം. അപ്പോൾ ആ 11 വേർഡ് ഒന്ന് വൺ വേർഡുകളാണ്, ഒന്ന് പഠിച്ചു വെച്ചേരെ കേട്ടോ. നമുക്ക് ഇനിയുള്ളത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, കാരണം നോട്ടുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഫ്യൂഡലിസം എന്നാൽ എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ട് ഞാനൊരു ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം, ഫ്യൂഡലിസം എന്നാൽ എന്താണ്? ഫ്യൂഡലിസം വാസ് ആൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ദാറ്റ് എമർജ്ഡ് ഇൻ മിഡീവൽ യൂറോപ്പ് ഫോളോയിങ് ദ കൊളാപ്സ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ. പശ്ചിമ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ദ വേർഡ് ഫ്യൂഡലിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ജർമ്മൻ വേർഡ് ഫ്യൂഡ് വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ്. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡലിസം ഒറിജിനേറ്റഡ് ഇൻ ഫ്രാൻസ്. ലേറ്റർ ഇറ്റ് സ്പ്രെഡ് ഇറ്റ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റലി. ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് അത് ഇംഗ്ലണ്ട്, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് അങ്ങ് വ്യാപിച്ചു. ഓരോ സെൻറ്റൻസും മനസ്സിലാക്കി പഠിക്കണം. എന്താണ് ഫ്യൂഡലിസം? ഏത് വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം ഉണ്ടായത്? ഈ ഫ്യൂഡലിസം ആദ്യമേ എവിടെയായിരുന്നു? പിന്നെ ഇതെവിടെ എല്ലാം സ്പ്രെഡായി. ഇത്രയേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ച് വെച്ചേക്കണേ. അതിനകത്ത് ഇച്ചിരി വലുതെന്ന് വെച്ചാൽ ഫ്യൂഡലിസം എന്നാൽ എന്തെന്നേ ഉള്ളൂ, എ പീസ് ഓഫ് ലാൻഡ്, ഒരു തുണ്ട് ഭൂമി എന്ന വാക്കാണ് ഫ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കേട്ടോ. ഇത് ആദ്യമേ എവിടെ ആയിരുന്നു? ഫ്രാൻസിലാണ് ഈ ഫ്യൂഡലിസം വന്നതെങ്കിലും കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് ഇംഗ്ലണ്ട്, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് ഇതങ്ങ് വ്യാപിച്ചു. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 3 ഓർഡേഴ്സ് ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം? ഫ്യൂഡൽ വ്യവസ്ഥയിലെ 3 ക്രമങ്ങൾ എഴുതാൻ. അത് ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? ക്ലർജി, ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് പുരോഹിതർ. പുരോഹിതർ എന്ന് വെച്ചാൽ ആരാണ്? ക്ലർജി. പിന്നെ നോബിൾസ്, നൊബിലിറ്റി അല്ലേ, നോബിൾസ് പ്രഭുക്കന്മാർ. പിന്നെ പെസൻസ്, കർഷകർ. അത് ആ ഓർഡർ കറക്റ്റ്, ടോപ്പ്, മിഡിൽ, ഏറ്റവും ലാസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. ഒരു ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ നോബിൾസ് ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം. ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് വേണം എഴുതാം കേട്ടോ. ഫ്യൂഡൽ വ്യവസ്ഥയിലെ രാജാവും പ്രഭുക്കന്മാരും തമ്മിലുള്ള ബന്ധം ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ നല്ലപോലെ അത് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാർട്ട് 1 എടുത്ത് നോക്കണേ നിങ്ങൾ കേട്ടോ. അതിനകത്തിലെല്ലാം നിങ്ങൾ ആ 1 കാണാമെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ പകുതി മാർക്ക് കിട്ടും, കാരണം നല്ലപോലെ വായിച്ച് പറയുന്നുണ്ട്. അപ്പം ഇവിടെ കിങ് ഓൺഡ് ആൾ ദ ലാൻഡ്. ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. ദെൻ ദ കിങ് ഗേവ് ദ ലാൻഡ് ടു ദ നോബിൾസ്. രാജാവ് തൻ്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്കും നൽകിയിരുന്നു. ഏറ്റവും ടോപ്പിൽ ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാരാണ്. രണ്ടാമത് നോബിൾസ് അല്ലെ, പ്രഭുക്കന്മാരാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് കർഷകർ. അപ്പോൾ ഈ ക്ലർജികൾ അല്ലെ, പുരോഹിതന്മാർ, അവരുടെ കയ്യിൽ അവരാണ് മൊത്തം ഭൂമിയും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് അല്ലേ. അവരെന്ത് ചെയ്തു? കുറേയൊക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രഭുക്കന്മാർക്ക് കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? In returns, nobles pledged to the loyal to the king and to provide military assistance. ഇതിന് പകരമായിട്ട് ഈ പ്രഭുക്കന്മാർക്ക് ഇത് കൊടുക്കുമല്ലോ, അതിന് പകരമായിട്ട് അവർ രാജാവിനോട് എന്നും കൂറുള്ളവരായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ വസ്തുക്കളൊക്കെ ഇവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. രാജാവിൻ്റെ കൈ മാത്രമല്ലേ ഇതെല്ലാം ഇരുന്നത്. കുറേശ്ശെ പ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നതുകൊണ്ട് രാജാവിനോട് അവർക്ക് വല്ലാത്ത സ്നേഹ അനുകമ്പയൊക്കെ ആയിരുന്നില്ലേ, ഭയങ്കര കൂറുള്ളവരായിരുന്നു. അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും ഈ പ്രഭുക്കന്മാർ, പുരോഹിതന്മാരല്ലേ രാജാവിനോട് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമെന്ന് പറഞ്ഞാൽ മതി, ഇഷ്ടം പോലെ മിലിറ്ററി ഞങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ, മിലിറ്ററി അസിസ്റ്റൻസ് ഞങ്ങൾ ഇഷ്ടം പോലെ മിലിറ്ററിക്കാരെ എന്ത് ചെയ്യാം, സൈന്യത്തെ അങ്ങേക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും തരാമെന്ന് ഈ പ്രഭുക്കന്മാര് പറയുമായിരുന്നു കേട്ടോ. ആരൊക്കെയാണെന്ന് ഓർത്തോണേ കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? രാജാവിനെ, പുരോഹിതരുണ്ടല്ലോ, ക്ലർജി എന്ന് വെച്ചാൽ ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. ഈ രാജാവ് തൻ്റെ കൈവശമുള്ള ഭൂമി
പ്രഭുക്കന്മാർക്കൂടെ കൊടുക്കുമായിരുന്നു. അപ്പം പ്രഭുക്കന്മാർക്ക് ഇത് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ഞങ്ങൾ അങ്ങയോട് എന്നും കൂറുള്ളവനായിരിക്കും അല്ലേ, എപ്പോഴും അങ്ങനെ ഒന്ന് എന്താ തള്ളിക്കയറ്റി പോകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അല്ലേ, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അങ്ങ് പറഞ്ഞാൽ മതി, എന്താ എത്ര വേണമല്ലോ മിലിറ്ററി സൈന്യത്തെ ഞങ്ങൾ എന്ത് ചെയ്യാം, സഹായിക്കാമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു കേട്ടോ. ഇനി നോബൽസ് ഹാഡ് ദ പവർ ടു ഫോം ആൻ ആർമി, അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ആൻഡ് മിൻറ്റ് ദെയർ ഓൺ കറൻസി. അതായത് നമ്മുടെ പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും, പ്രഭുക്കന്മാർക്കാണ് രണ്ടാമത്തെ സ്ഥാനം, പ്രഭുക്കന്മാരല്ലേ, ഈ പ്രഭുക്കന്മാർക്ക് സൈന്യത്തെ മിലിറ്ററിയൊക്കെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായിട്ട് നാണയം അച്ചടിക്കാനും ഒക്കെ അധികാരമുണ്ടായിരുന്നു. ആർക്കാന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതാണ്? പ്രഭുവിന് സൈന്യത്തെ കേട്ടോ, നോബിൾ പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ, എന്താണ് നീതിന്യായം ഇല്ലേ, അതെ, നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനുമുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? നോബൽസിനുണ്ടായിരുന്നു. ഇനി തേർഡ് ഓർഡർ, ദ പെസൻസ് ഹാഡ് 2 ഡിവിഷൻസ്, ഇൻഡിപെൻഡന്റ് പെസൻസ് ആൻഡ് സ്ലേവ്സ്. മൂന്നാമത്തെ വിഭാഗമാണ് കർഷകർ അല്ലേ. ഈ കർഷകരെ തന്നെ 2 വിഭാഗമായിട്ട് അങ്ങ് തിരിച്ചു. ഏതൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് പെസൻസ് എന്ന് വെച്ചാൽ സ്വതന്ത്ര കർഷകരെന്നും, സ്ലേവ്സ് എന്ന് വെച്ചാൽ അടിമകൾ അല്ലെ, ഏറ്റവും താഴത്തെ തട്ടുള്ള അടിയാന്മാർ അല്ലെങ്കിൽ അടിമകൾ എന്നിങ്ങനെ 2ആയിട്ട് അങ്ങ് തിരിച്ചു വന്നു. ഓരോ നമ്മളിപ്പോൾ പഠിക്കുന്ന എന്തോത്തിനെ കുറിച്ചാണെന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, എന്തോത്തിനെ കുറിച്ചാണ്? ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥയിൽ രാജാവും പ്രഭുക്കന്മാരും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 5 വരി എഴുതിയാൽ മതി കേട്ടോ, ചുരുക്കി 5 വരി എഴുതിയേക്കുക. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ പെസൻസ് ക്ലാസസ് ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ദെയർ ഓൺ കണ്ടീഷൻസ്. ഫ്യൂഡൽ വ്യവസ്ഥയിലെ കർഷക വിഭാഗങ്ങളെയും അവരുടെ അവസ്ഥയും ഒന്ന് എഴുതാൻ നിങ്ങളോട് ചോദിക്കുക. നമ്മളെ ഫ്യൂഡൽ വ്യവസ്ഥയെ 3ആയിട്ട് തിരിച്ചെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ടോപ്പിൽ ആരാണ്? ഏറ്റവും മുകളിൽ ഇരിക്കുന്ന നമ്മൾ ക്ലർജി അല്ലേ, ഏറ്റവും മുകളിൽ ക്ലർജി, അത് കഴിഞ്ഞ് നോബിൾസ്, അത് കഴിഞ്ഞ് പെസൻസ് അല്ലേ, കർഷകർ. അപ്പോൾ ഈ കർഷകർ, ഫ്യൂഡൽ വ്യവസ്ഥയിൽ നമ്മുടെ കർഷകർ അവരുടെ വിഭാഗങ്ങളും അവരുടെ അവസ്ഥയും എങ്ങനെയൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുക. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം ദ റൂളിംഗ് ക്ലാസസ് വാസ് സപ്പോർട്ടഡ് ബൈ ദ തേർഡ് ഗ്രൂപ്പ് ഇൻ ദ പെസൻസ്. എമംഗ് ദീസ് പെസൻസ് ദെയർ ആർ 2 ക്ലാസസ് കേട്ടോ. ഏതൊക്കെയാ? എന്തെല്ലാം? അതേതൊക്കെയാ? ഇൻഡിപെൻഡന്റ് പെസൻസുകളും അതുപോലെ തന്നെ സ്ലേവ്സും കേട്ടോ. അതായത് നോക്കിയേ, ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം ദ റൂളിംഗ് ക്ലാസ് വാസ് സപ്പോർട്ടഡ് ബൈ ദ തേർഡ് ഗ്രൂപ്പ് ദ പെസൻസ്. ഫ്യൂഡൽ വ്യവസ്ഥയിൽ 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്നത് മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇൻഡിപെൻഡന്റ് പെസൻസും 2 സ്ലേവ്സും. മുമ്പ് നമ്മൾ പറഞ്ഞതാ അല്ലേ, തൊട്ട് മുമ്പ് ചോദ്യം അതാ. ഇനി അവരെന്തൊക്കെ കണ്ടീഷൻ, എന്തൊക്കെ അവസ്ഥകളാവും നിങ്ങളെ ഇവിടെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്? കറക്റ്റ് ഉത്തരം ഇതാ. നമ്മുടെ കർഷകർ എന്തെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നത്? ദേ ഡിഡ് നോട്ട് ഹാവ് ദെയർ ഓൺ ലാൻഡ്. അവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് ടു വർക്ക് ഓൺ ദ ഫാംസ് ആൻഡ് ഇൻ ദ ഹൗസസ് ഓഫ് ദ നോബിൾസ്. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു അവർ. ദേ ഡിഡ് നോട്ട് റിസീവ് വേജസ്. വേതനം, അവർക്ക് ജോലി എത്ര കടന്ന് ചെയ്താലും അവർക്ക് വേജസ്, ശമ്പളം കൊടുത്തിരുന്നില്ല. ദേ കുഡ് നോട്ട് ലീവ് ദ ലാൻഡ് വിത്തൗട്ട് ദ പെർമിഷൻസ് ഓഫ് ദ നോബിൾ. പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടു പോകാൻ അവർക്ക് കഴിയുമായിരുന്നുമില്ല. അവരവിടെ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ. ഇനി ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് കർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന് നോക്കി നിങ്ങളെ. ദേ ഡിഡ് നോട്ട് ഹാവ് ദെയർ ഓൺ ലാൻഡ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, അവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ഒക്കെ പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നു. അവർക്ക് കറക്റ്റായിട്ട് വേതനം കൊടുത്തിരുന്നില്ല. പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ആ ഭൂമി വിട്ടു പോകാനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ മലയാളം ആൻസർ. അതുകൊണ്ട് ഫ്യൂഡൽ വ്യവസ്ഥയിൽ 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. അവ സ്വതന്ത്ര കർഷകര്, അടിയാന്മാര്. അവരുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വായിച്ചത് അല്ലേ, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു. വേതനം ലഭിച്ചിരുന്നില്ല. പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുകൊടുക്കാൻ അവർക്ക്, ആ ഭൂമി വിട്ടുപോകാൻ അവർക്ക് കഴിയുമായിരുന്നുമില്ല. ഓക്കെ ആണോ നിങ്ങളെ? ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? ഇനി നമ്മൾ 5ാമത്തെ ചോദ്യമാണ്. 5 നോക്കിയേ. വാട്ട് വെയർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ഡ്യൂറിങ് ദ 14th century? ആ ചോദ്യം ഒന്ന് നോക്കിയേ. വാട്ട് വെയർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ഡ്യൂറിങ് ദ 14th century? 14ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു?
14-ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? 1. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം. 2. സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിന്, ലോഹ നിർമ്മാണങ്ങളുടെ ദൗർലഭ്യം. 3. സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, രാജാധികാരം ശക്തിപ്പെട്ടു. ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, അവർ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം തുടങ്ങി. പിന്നെ ക്രൂസാഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശ് യുദ്ധങ്ങൾ. കേട്ടോ, ഈ 5 എണ്ണവും നമ്മുടെ ടെസ്റ്റിലും തന്നിട്ടുണ്ട്. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. 14-ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാനിടയായ സാഹചര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാലാണ് ഈ 5 എണ്ണം എഴുതേണ്ടത്. 5 എണ്ണം ഓക്കെ ആണല്ലോ. അടുത്ത 6ാമത്തെ ചോദ്യം, റോമാ സാമ്രാജ്യം 2ആയി വിഭജിച്ചിരുന്നു. ഇനി നോക്കണം, ഇനി നമ്മൾ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഈ റോമാ സാമ്രാജ്യത്തെ 2ആയിട്ട് വിഭജിച്ചു കുഞ്ഞുങ്ങളെ. പശ്ചിമ റോമാ സാമ്രാജ്യമെന്നും പൂർവ്വ റോമാ സാമ്രാജ്യമെന്നും. കേട്ടോ, റോമാ സാമ്രാജ്യത്തെ വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും 2ആയിട്ട് നമ്മുടെ റോമാ സാമ്രാജ്യത്തെ തിരിച്ചിട്ടുണ്ട്. കേട്ടോ, ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതിയോണ്ടാണ് ഞാൻ ആദ്യത്തേതിൽ അത് എഴുതാഞ്ഞത്. കേട്ടോ, കാരണം എത്ര വട്ടം അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, അത്രയും സമയവും നമ്മുടെ വേസ്റ്റ് ആകുമല്ലേ. അതുകൊണ്ടാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ. ആ സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ചാർലി മാഗിൻ ഒക്കെ നമ്മൾ വേണേൽ വായിക്കാം അല്ലേ. CHA വരുമ്പോൾ ചാലേ, അപ്പം ഷാലമീൻ എന്നാണ് കേട്ടോ. ഇനി 8ാമത്തെ ചോദ്യം, വിശുദ്ധ ഷാലമീനെ ആരെയാണ്? ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് കിരീടധാരണം ചെയ്തത് എന്തുകൊണ്ടാണ്? വൈ വാസ് ദ ക്രൗണ്ട് എന്ന് വെച്ചാൽ കിരീടം കേട്ടോ. ഹോളി റോമൻ എംപയർ എന്തിനാണ് നിങ്ങളെ ഈ ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് കിരീടധാരണം ചെയ്തത്? അദ്ദേഹം എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് കിരീടം കൊടുത്തത്. നോക്കാം. ഷാലമീൻ ഡിഫീറ്റഡ് ദ എനിമീസ് ഹു ഹാഡ് അസിസ്റ്റഡ് പീപ്പിൾസ്. ലിയോ 3 കേട്ടോ. ലിയോ 3 നമ്മുടെ റോമൻ ലെറ്ററിൽ 1, 2, 3 എഴുതത്തില്ല, അതാ. ഇൻ റോം ആൻഡ് സേവ്ഡ് ഹിം ഫ്രം ഹിസ് എനിമീസ്. ദ പോപ്പ് ക്രൗണ്ട് ഷാലമീൻ ആസ് ദ ഫസ്റ്റ് ഹോളി റോമൻ എംപയർ. മനസ്സിലായോ? ചോദ്യം കണ്ടോ? ഞാനിങ്ങനെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കണ്ടോ മനസ്സിലായോ? അതായത് ആൻസർ ഓക്കെ. ഷാലമീൻ ഡിഫീറ്റഡ് ദ എനിമീസ് ഹു ഹാഡ് അസിസ്റ്റഡ് പീപ്പിൾ. അതായത് നമ്മുടെ പോപ്പ് ലിയോ മൂന്നാമനെ റോമാ സാമ്രാജ്യത്തിൽ നിന്നും പുറത്താക്കിയ ശത്രുക്കളെ ഷാലമീൻ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായിട്ട് അവരോധിക്കുകയും ചെയ്തു. ഇതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് പോപ്പ് ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് കിരീടധാരണം നടത്തിയത്. പോപ്പ് ലിയോ 3 റോമാ നഗരത്തിൽ നിന്നും പുറത്താക്കിയ ശത്രുക്കളെ ഷാലമീൻ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു. ഇതിനുള്ള പ്രത്യുപകാരമായിട്ട് പോപ്പ് ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് കിരീടധാരണം നടത്തി എന്നതാണ്. ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ 8 എണ്ണം. നമ്മളിപ്പോൾ പറഞ്ഞു റോമൻ എംപയറിനെ 2ആയിട്ട് തിരിച്ചു അല്ലേ. റോമൻ എംപയറിനെ 2ആയിട്ട്, റോമാ സാമ്രാജ്യത്തെ 2ആയി വിഭജിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ പഠിച്ചു അല്ലേ. ഇംഗ്ലീഷിൽ 2 ഡിവിഷൻസ് അല്ലേ. ഹോളി റോമൻ എംപയർ എന്നും മുമ്പ് ഞാൻ ഈസ്റ്റേണും വെസ്റ്റേണും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ. ഹോളി റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും 2ആയിട്ട് തിരിച്ചു. ഇനി നമ്മൾ ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. റോമൻ എംപയറിനെ 2ആയിട്ടാവും നിങ്ങളെ തിരിച്ചിട്ടുള്ളത്. പശ്ചിമ റോമാ സാമ്രാജ്യം എന്നും, അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം കേട്ടോ. ഹോളി റോമൻ എംപയറിൻ്റെ വേറൊരെണ്ണമാണ് പശ്ചിമ റോമാ സാമ്രാജ്യം കേട്ടോ. പിന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ, പൂർവ്വ റോമാ സാമ്രാജ്യം എന്നും കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തുവാ ഈ 2ആയിട്ട് തിരിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. റോമൻ എംപയറിനെ 2ആയിട്ട് തിരിച്ചു. അതിലെന്തൊക്കെയാണ് ഈ ഹോളി റോമൻ എംപയർ എന്ന് വെച്ചാൽ, വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നൊക്കെ വെച്ചാൽ എന്താ നോക്കൂ നിങ്ങളെ. ഹോളി റോമൻ എംപയർ അല്ലെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, the Western Roman Empire was conquered by the Franks, a tribal group in Europe. They founded the Frankish Empire. അതായത് പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ അങ്ങ് കീഴടക്കി. നോക്കണേ ആരാ എടുത്തുകൊണ്ട് പോയെന്ന്. പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമാണ് ഫ്രാങ്കുകൾ. നമ്മൾ 1 വേടി പഠിച്ചതാണ്. യൂറോപ്പിലെ ഗോത്ര വിഭാഗത്തിന് പറയുന്ന പേരുകൾ എന്താ? ഫ്രാങ്കുകൾ. ഇതിൽ തന്നെ ഒരു മാർഗമുണ്ട്. ഇവർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം.
കേട്ടോ. ഇവർ സ്ഥാപിച്ച സാമ്രാജ്യത്തിൻ്റെ പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഒന്നാമത്തെ വരി കിട്ടിയോ? ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദീസ് എംപയർ വാസ് ഷാലമീൻ. ഈ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ. എവിടുത്തെയാന്ന് നോക്കണേ. ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദീസ് എംപയർ വാസ് ഷാലമീൻ. ഏതാ? ഹോളി റോമൻ എംപയറിൻ്റെ കേട്ടോ ഭരണാധികാരി ആരാണ്? ഷാലമീൻ. വെൻ പോപ്പ് ലിയോ III was expelled from Rome by his enemies, Charlemagne defeated them and restored his as pope. ഈ പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമ നഗരത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ, പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ വന്ന് റോമ നഗരത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായിട്ട് അവരോധിക്കുകയും ചെയ്തു. മുമ്പ് നമ്മൾ പറഞ്ഞതാ അല്ലേ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇത് കൊടുത്തത്, ക്രൗൺ, തലേ കിരീടം കൊടുത്തത് അല്ലേ? ഇൻ റിട്ടേൺസ് ദ പോപ്പ് ക്രൗണ്ട്, അതുകൊണ്ട് ക്രൗണ്ട് ഷാലമീൻ ആസ് ദ ഫസ്റ്റ് ഹോളി റോമൻ എംപയർ. ഇതിന് പ്രത്യുപകാരമായിട്ട് നമ്മുടെ ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് പോപ്പ് അങ്ങ് കിരീടധാരണവും ചെയ്തു. Therefore, this empire is also known as the Holy Empire. അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പോൾ ഈ 5 വരി നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ അങ്ങ് മൊത്തം കൂടെ കീഴടക്കിക്കൊണ്ടുപോയി. ഇവർ എന്നിട്ട് സ്ഥാപിച്ച ഒരു സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് പറയും. ഈ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ കേട്ടോ. പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായിട്ട് അങ്ങ് അവരോധിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായിട്ട് നമ്മുടെ ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് പോപ്പ് കിരീടധാരണവും ചെയ്തു. അങ്ങനെ ഈ സാമ്രാജ്യത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. അടുത്ത 10ാമത്തെ ചോദ്യം ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ഹോളി റോമൻ എംപയറിനെ കുറിച്ചാണ്. ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ഹോളി റോമൻ എംപയർ. ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ ശൈലി അത് ഒരു മാർക്കിന് ചോദിക്കുന്ന, ഇതൊക്കെ എഴുതിയോണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതായാണ്. ഈ ഹോളി റോമൻ എംപയർ ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ വാസ്തുവിദ്യാ ശൈലി കരോലിഞ്ചിയൻ, ആ പേര് നോക്കിയോ നിങ്ങളെ, കരോലിഞ്ചിയൻ ശൈലി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഷാലമീൻ്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുരോഗതിയെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിലും അറിയപ്പെട്ടു കേട്ടോ. ആ 2 എണ്ണം ഒരു മാർക്കിൻ്റെ ചോദ്യം ഞാനിവിടെ ഇംഗ്ലീഷ് മലയാളം എഴുതിയോണ്ടാണ് സെപ്പറേറ്റ് എഴുതാഞ്ഞത്. നോക്കിയേ, COG കേട്ടോ. കോഗ്നിറ്റീവ് പ്രോഗ്രസ് ഡ്യൂറിങ് ദ റീജിയൺ ഓഫ് ഷാലമീൻ ഈസ് നോൺ ആസ് കരോലിഞ്ചിയൻ റിനൈസൻസ്. നവോത്ഥാനം, റിനൈസൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? നവോത്ഥാനം. മലയാളം ഇംഗ്ലീഷും ഉണ്ടേ, അതങ്ങ് എഴുതിയെടുക്കണേ. ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ഹോളി റോമൻ എംപയർ. നമ്മളപ്പം മുമ്പ് പഠിച്ച ഏതാണ്? ഹോളി റോമൻ എംപയറിനെ കുറിച്ചാണ് അല്ലേ. അടുത്ത ഏതാ? ഈസ്റ്റേൺ റോമൻ എംപയർ. ഹോളി റോമൻ എംപയറിനകത്തിലാണ് നമ്മൾ ഷാലമീനും കരോളിഞ്ചിയൻ നവോത്ഥാനവും കേട്ടോ. പോപ്പ് ലിയോ മൂന്നാമനും അദ്ദേഹത്തിൻ്റെ തലയിൽ എന്തുവരുത് ഷാലമീനെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ക്രൗൺ അല്ലേ, കിരീടാവകാശം കൊടുക്കുകയൊക്കെ ചെയ്തത് അല്ലേ. ഓക്കെ, അതുപോലെ ഈസ്റ്റേൺ റോമൻ എംപയർ. 2ാമത്തെ കുഞ്ഞുങ്ങൾ ഈസ്റ്റേൺ റോമൻ എംപയർ, പൂർവ്വ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ് അടുത്തത്. നമ്മൾ മറ്റേത് കഴിഞ്ഞ് ഹോളി കഴിഞ്ഞ് നല്ലതുപോലെ അത് എഴുതിയെടുത്ത് പഠിക്കണേ. ദ ഈസ്റ്റേൺ റോമൻ എംപയർ എമേർജ്ഡ് ഇൻ ദ ഈസ്റ്റ് ആഫ്റ്റർ ദ കൊളാപ്സ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ. റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കുദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം. റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് കുഞ്ഞുങ്ങളെ പൂർവ്വ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ. റോമിനെ കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ നിങ്ങൾക്കല്ലേ അല്ലേ 6ാം ക്ലാസ്സിനെ കുറിച്ച്. ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
ഇത് റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ച വന്നതിന് ശേഷം കിഴക്ക് ഉദയം കൊണ്ടതാണിത്. ഇതിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ് കേട്ടോ. ദ ഓൾഡ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ബൈസാൻഡിയം കേട്ടോ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരെന്താന്നൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുവേ. ഏതാ? ബൈസാൻഡിയൻ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് മലയാളത്തിൽ ബൈസാൻഡിയൻ എന്നാണ് കേട്ടോ, ഇംഗ്ലീഷിൽ ബൈസാൻഡിയം കേട്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാൻഡിയം എന്നാണ്. ഓക്കെ ആണല്ലോ 11. അടുത്ത അതിൻ്റെ ബാക്കിയുണ്ടോ നിങ്ങൾ നോക്കിയേ. Therefore, this empire is also known as, അതുകൊണ്ട് ഇതിനെ നമ്മൾ ബൈസാൻഡിയൻ എംപയർ എന്ന് പറയുന്നു. അതിനാൽ ഈ സാമ്രാജ്യത്തെ ബൈസാൻഡിയൻ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നു. പിന്നെ ഇനി അടുത്ത് നോക്കിയേ, ജസ്റ്റീനിയൻ. ആ വാക്കൊക്കെ നമുക്ക് വൺ വേർഡിൽ ചോദിക്കുന്ന. ജസ്റ്റീനിയൻ വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. പൂർവ്വ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. ഞാൻ ഈ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തത് ഇത് വൺ വേർഡായിട്ടും നമുക്ക് ഉപയോഗിക്കാം കണ്ടോ. ഡാഷ് വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. ആരാ? ജസ്റ്റീനിയൻ കണ്ടോ. അങ്ങനെ ഓരോ പോയിന്റായിട്ടുമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അടുത്ത ഈ ജസ്റ്റീനിയൻസിൻ്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ് വാസ് എ കോഡ് ഓഫ് ജസ്റ്റീനിയൻ. കുഞ്ഞുങ്ങളെ, ലോകത്ത് നമ്മുടെ ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ജസ്റ്റീനിയൻ്റെ നിയമം എന്ന് പറയുന്നത്. ഈ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ നമ്മുടെ റോമിൻ്റെ, അതായത് ഈസ്റ്റേൺ റോമിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരാണ് ബൈസാൻഡിയം. അതുകൊണ്ട് ഇതിനെ എല്ലാവരും, അതിനാൽ ഈ സാമ്രാജ്യത്തെ മൊത്തത്തിൽ ബൈസാൻഡിയൻ എംപയർ എന്നറിയപ്പെടുന്നത് അല്ലേ, സാമ്രാജ്യം എന്നാണ്. പൂർവ്വ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഏറ്റവും വലിയൊരു സംഭാവന കൊടുത്തു അല്ലെ, കോൺട്രിബ്യൂഷൻ. എന്താണ് ഇവിടെ? കോഡ് ഓഫ് ജസ്റ്റീനിയൻ്റെ നിയമം എന്ന് പറയുന്ന ഒരു വലിയ സംഭാവന അദ്ദേഹം ലോകത്തിന് നൽകിയെന്ന്. എന്താ ഈ കോഡ് ഓഫ് ജസ്റ്റീനിയൻ? അദ്ദേഹം എന്താ കൊടുത്തത് നോക്കൂ നിങ്ങളെ. കോഡ് ഓഫ് ജസ്റ്റീനിയൻ അല്ലെ, ജസ്റ്റീനിയൻ്റെ നിയമം എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റീനിയൻസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് വാസ് ദ കോഡ് ഓഫ് ജസ്റ്റീനിയൻ. എ കമ്മിറ്റി ഓഫ് ജൂറിസ്റ്റ് വാസ് ഫോംഡ് ടു കോഡിഫൈ ദ ലോസ്. ആ പേരൊക്കെ നോക്കിക്കണേ. ജുറിസ്പ്രുഡൻസ് എന്നാണ്. ജൂറിസ്പ്രുഡൻസ് ആൻഡ് ലീഗൽ എഡിക്ട്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ എംപയർ. They create a distinct law. The law thus compiled was the corpus juris civilis. കേട്ടോ, ഇച്ചിരി കട്ടിയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ ലോകത്ത് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയൻ്റെ നിയമം അല്ലേ, കോഡ് ഓഫ് എന്തായിരുന്നു? ജസ്റ്റീനിയൻ്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് വാസ് ദ കോഡ് ഓഫ് ജസ്റ്റീനിയൻ ആണല്ലോ. രാജ്യത്ത് നിലനിന്നിരുന്ന എ കമ്മിറ്റി ഓഫ് ജുറിസ്റ്റ് വാസ് ഫോംഡ് ടു കോഡ്. ഏതൊക്കെയാണ്? കോഡിഫൈ ദ ലോസ്. നിയമങ്ങൾ, നിയമശാസ്ത്രങ്ങൾ, നിയമങ്ങളുടെ ശാസനകൾ അതൊക്കെ ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി തന്നെ അവിടെ രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? നമ്മുടെ ലോകത്ത് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ജസ്റ്റീനിയൻ്റെ നിയമം. രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനകളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതെല്ലാം കൂടി ചുരുക്കി എഴുതുന്നതൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ, ചാടിക്കേറി അങ്ങ് എഴുതില്ല, ഇതൊക്കെ അറിയാവുന്നവരുടെ കയ്യിലാണ് അല്ലേ, നിയമജ്ഞരുടെ ഒരു സമിതി തന്നെ അവർ രൂപീകരിച്ചു. അങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഓക്കെ ആണോ? 12 എണ്ണം. അടുത്ത 13ാമത്തെ ചോദ്യം. ഈ കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളുണ്ട്. മുമ്പ് വൺ വേർഡിൻ്റെ ചോദ്യം അല്ലേ, ഏതാ 3 പാർട്ട് ഓഫ് കോർപ്പസ് ജൂറിസ് സിവിൽസ് ഏതൊക്കെയായിരുന്നു? കണ്ടോ, 1ാമത്തെ ചോദ്യം തന്നെ അതായിരുന്നു, കോർപ്പസ് ജൂറിസ് സിവിൽസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ. കണ്ടോ, അത് തന്നെയല്ലേ ഇവിടെ ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്.
മധ്യ ഇസ്ലാമിക പ്രദേശങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇസ്ലാമുകളെക്കുറിച്ച് കുറച്ച് പഠിക്കാം അല്ലേ. ഇതുവരെ നമ്മൾ റോമാ സാമ്രാജ്യത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ഈസ്റ്റേൺ റോമാ സാമ്രാജ്യം എന്നും ഹോളി റോമൻ എംപയർ അല്ലേ, പൂർവവും ഈസ്റ്റേണും വെസ്റ്റേണിനെ കുറിച്ചുമാണ് ഇതുവരെ ഇത്രയും നേരവും നമ്മൾ പഠിച്ചത്. ഇനി ഇതിനകത്തിൽ മുസ്ലിങ്ങളെ കുറിച്ചാവും നിങ്ങളെ പഠിക്കാനുള്ളത്. ഇവിടെ ഇസ്ലാമിക് റീജിയൻസ് കേട്ടോ, സെൻട്രൽ ഇസ്ലാമിക് റീജിയൻസ്, മധ്യ ഇസ്ലാമിക പ്രദേശങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, ദ അറേബ്യൻ പെൻസുല ഈസ് ദ വാസ്റ്റ് ലാൻഡ് ബിറ്റ്വീൻ ദ റെഡ് സീ ആൻഡ് ദ പേർഷ്യൻ ഗൾഫ് ഇൻഹാബിറ്റഡ് ബൈ ദ അറബ്. എന്ന് വെച്ചാൽ ഈ റെഡ് സീ എന്ന് വെച്ചാൽ ചെങ്കടൽ, ചുവന്ന കടലിനാണ് അല്ലേ റെഡ് സീ. ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിലായിട്ട് അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിനി പഠിക്കുന്ന ഇസ്ലാമിക് റീജിയനെ കുറിച്ചാണ്. ഈ അറേബ്യൻ ഉപദ്വീപ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ചെങ്കടലിനും ചുമന്ന കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിലായിട്ട് അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അറേബ്യൻ ഉപദ്വീപ്. പിന്നെയോ, ദ അറബ് വെയർ ഡിവൈഡഡ് ഇൻ ടു മെനി ട്രൈബ്സുകൾ. മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ലെഡ് ദ നൊമാഡിക് ലൈഫ്. ഈ അറബികൾ പല ഗോത്രങ്ങളായിട്ടങ്ങ് വിഭജിച്ചിരുന്നു. നമ്മളെല്ലാം ഉണ്ടല്ലോ അല്ലേ, പല വിഭാഗമില്ലേ. ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ തന്നെ ഏതൊക്കെയാ, കത്തോലിക്ക് അല്ലേ, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, മറന്നുപോയി അല്ലെ. ഹിന്ദുക്കൾ തന്നെ പല അല്ല, ഓരോ സമുദായത്തിനും ഓരോ ഇതായിട്ട് തിരിക്കത്തില്ലേ ഒന്നുമില്ല. അതാ ദ അറബ്സ് വേറെ ഡിവൈഡഡ് ഉണ്ട്. ഈ അറബികൾ പല ഗോത്രങ്ങളായിട്ട് അങ്ങ് വിഭജിച്ചായിരുന്നു, മെനി ട്രൈബ്സ് ആയിട്ട്. മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ലെഡ് എ നൊമാഡിക് ലൈഫ്. ഈ നൊമാഡിക് ലൈഫ് എന്ന് വെച്ചാൽ നാടോടി ജീവിതം എന്നാണ് കേട്ടോ, കറങ്ങി അടിച്ച് നടക്കുന്ന. ഭൂരിഭാഗം ഇവരിലുള്ള ഈ അറബികളും ഇങ്ങനെ കറങ്ങി അടിച്ച് തരാപരം നടക്കുന്ന ജോലിയായിരുന്നു അല്ലേ. ഭൂരിഭാഗം ഗോത്രങ്ങളും നാടോടി ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഇനി കേട്ടോ, ഞാൻ ഇത് നിങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നമ്പർ ഇട്ട് അടുത്ത പോകുന്നെങ്കിലും ഇത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. അടുത്ത ഓക്കെ, ഡാഷ് വാസ് ദ സെൻറ്റർ ഓഫ് പിൽഗ്രിമേജ് ഫോർ ദ അറബ്സ്. അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ ക അബ എന്നാണ് കേട്ടോ. കബ എന്നാ പറയുന്നെങ്കിലും ക അബ എന്നാണ്. അതായത് അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ ക അബ. ഇവിടുത്താണ് മക്കയിലെ കാബ. നമ്മളിപ്പോൾ അറബികളെ കുറിച്ചാണ് പഠിക്കുന്നത്. ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഇടയിൽ അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശത്തിനെ അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. ഈ അറബികൾ പല ഗോത്രങ്ങളായിട്ട് തന്നെ അങ്ങ് തിരിച്ചായിരുന്നു. അതിനകത്തിൽ ഭൂരിഭാഗം ഗോത്രങ്ങളും നൊമാഡിക് ലൈഫായിരുന്നു. എന്ന് വെച്ചാൽ നാടോടികളായിട്ട് ഇങ്ങനെ ജീവിക്കാനായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതിനകത്തിൽ ഈ മക്കയിലെ അറബികളുടെ തീർത്ഥാടന കേന്ദ്രമാണ് മക്കയിലെ പേരെന്താ, ക അബ. ഈ പേര് നോക്കി നിങ്ങളെ, KABA എന്നാ അല്ലേ, കബ. പക്ഷെ മലയാളം എഴുതുമ്പോൾ ക അബ എന്നാണ് എഴുതുന്നത് കേട്ടോ. 15 ഓക്കെ. അതത്രയും മതി കേട്ടോ. ഈ അടുത്ത് നമ്മളോടുള്ള ചോദ്യം, ഇത് ഇച്ചിരി വലിയൊരു ചോദ്യമാണ്. വാട്ട് വെയർ ദ റീസൺസ് ഫോർ ദ ഫീൽഡ് ഓഫ് ദ പ്രൊഫറ്റ് മുഹമ്മദ്, ദ ഹിജ്റ ആൻഡ് വാട്ട് ചേഞ്ച് ഡിഡ് ഇറ്റ് ബ്രിങ് ടു ദ ഇസ്ലാമിക് സ്ലേറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് കേട്ടോ. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയ ക്വസ്റ്റ്യനും ഇതാ കേട്ടോ. അതായത് മുഹമ്മദ് നബിയുടെ പാലായനമായ ഹിജ്റ, നമ്മൾ മുമ്പ് വൺ വേർഡ് ഹിജ്റയെക്കുറിച്ച് പഠിച്ചതല്ലേ. മുഹമ്മദ് നബിയുടെ പാലായനമായ ഹിജ്റയുടെ കാരണങ്ങളും അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വരുത്തിയ മാറ്റങ്ങളും എന്തെല്ലാമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മുഹമ്മദ് നബിയുടെ പാലായനം, അങ്ങനെയല്ലേ അതിന് പേരിട്ട ഹിജ്റയെന്ന്. ഈ ഹിജ്റയുടെ കാരണങ്ങളും അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വരുത്തിയ മാറ്റങ്ങളും എന്തെല്ലാമാണ്. ചോദ്യം കേട്ടെ, അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. ദ പ്രൊഫറ്റ് മുഹമ്മദ് ഇത്രയും അതിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. ദ പ്രൊഫറ്റ് മുഹമ്മദ് ട്രൈഡ് ടു യൂണിറ്റ് ദ വാറിംഗ് അറബ് ട്രൈബ്സ്. പ്രവാചകനായ മുഹമ്മദ് നബി പരസ്പരം കലഹിച്ചിരുന്ന അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ദീസ് ഐഡിയ വെയർ ഒപ്പോസ്ഡ് ബൈ ദ വെൽത്തി മെർച്ചൻ്റ് ഓഫ് മെക്ക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെ മക്കയിലെ ധനികരായ വ്യാപാരികളൊക്കെ എതിർത്തിരുന്നു. ഒപ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ എതിർക്കുക എന്നാണ്. വെൽത്തി മെർച്ചൻ്റ് എന്ന് വെച്ചാൽ എന്താ, വെൽത്തി മെർച്ചൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ധനികരായ നല്ല കാശുള്ള വ്യാപാരികളുണ്ടല്ലോ,
അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ മുഹമ്മദിൻ്റെ നബിയുടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെല്ലാം എതിർത്തിരുന്നു. പിന്നെയോ ബിക്കോസ് ഓഫ് ദീസ് ഒപ്പോസിഷൻസ് ഹി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ഫ്ലഡ് ഫ്രം മെക്ക ടു മെദീന. മദീന എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ MEE അതിനെ മെദീന കേട്ടോ, മദീന എന്ന് തന്നെ അങ്ങ് പഠിച്ചോ, മക്ക ആൻഡ് മദീന. ഇൻ 622 CE ദീസ് മൈഗ്രേഷൻ ഈസ് നോൺ ആസ് ഹിജ്റ. ഇപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ഹിജ്റ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ പ്രൊഫറ്റ് മുഹമ്മദ് തൊട്ട് എഴുതണം കേട്ടോ. പ്രവാചകനായ മുഹമ്മദ് നബി പരസ്പരം കലഹിച്ചിരുന്ന അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഈ മക്കയിലെ ധനികരായ വ്യാപാരികൾ ഇതിനെ എതിർക്കുക കുഞ്ഞുങ്ങളെ ചെയ്തത്. ഈ എതിർപ്പുകൾ കാരണമാണ് അദ്ദേഹം തൻ്റെ അനുയായികളുമായിട്ട്, ഇനി അവിടെ നിന്നുകൊണ്ട് കാര്യമില്ല, കാരണം എല്ലാവരും കാശുള്ളവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിനോടൊപ്പം കുറേ അനുയായികൾ, അദ്ദേഹം പറയുന്ന കേൾക്കുന്ന കുറേ പേര് കാണുമല്ലോ, അവരുമായിട്ട് CE 622 മക്കയിൽ നിന്നും അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്തു. ഈ പലായനത്തിന് പറയുന്ന പേരാണ് എന്താ, ഹിജ്റ എന്ന്. മൈഗ്രേഷൻ, ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തോട്ട് പോകുന്നതിനെ ഈ മൈഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി. ഈ പലായനത്തിനെ ഹിജ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ഹിജ്റ ചോദിക്കുമെങ്കിൽ ആ പ്രൊഫറ്റ് മുതൽ ഹിജ്റ വരെ എഴുതണം കേട്ടോ. ഇനി അദ്ദേഹം അങ്ങ് പോയി ഹിജ്റ എന്ന് പേര് ഇട്ടു. അതിനുശേഷം അവിടെ എന്തുമായിരിക്കും നടന്നേ? After the Hijrah, the Prophet Muhammad quickly became the ruler of Medina. Later, after gaining control of Mecca, Medina became the administrative capital of the Islamic State and maintained Mecca as the religious center. In this way, the Prophet Muhammad was able to unify a large part of Arabia and build Arab culture. കാണാൻ പറ്റുന്നുണ്ടോ? അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന്. ഈ ഹിജറയ്ക്ക് ശേഷം മുഹമ്മദ് നബി വളരെ പെട്ടെന്ന് തന്നെ മദീനയുടെ ഭരണാധികാരിയായിട്ട് അങ്ങ് മാറി. അദ്ദേഹം മക്കയിൽ നിന്ന് എവിടോട്ടാണ് പോയത്? മദീനയിലേട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞോ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞു കാണും അല്ലേ. വളരെ പെട്ടെന്ന് തന്നെ എന്തായിരുന്നു, മദീനയുടെ ഭരണാധികാരിയായിട്ട് അങ്ങ് മാറി. പിന്നീട് മക്കയുടെ നിയന്ത്രണം ലഭിച്ചതോടെ മദീന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ തലസ്ഥാനമായിട്ട് അങ്ങ് മാറുകയും ഈ മക്ക മതകേന്ദ്രമായിട്ട് അങ്ങ് നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മുഹമ്മദ് നബിക്ക് അറേബ്യയിലെ വലിയൊരു ഭാഗത്തെ ഏകീകരിച്ച് അറബ് സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ വിജയിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഹിജ്റ വരെയിലും പഠിക്കണം. പിന്നെ അദ്ദേഹം മുഹമ്മദ് നബി പെട്ടെന്ന് തന്നെ മദീനയിലെ ഭരണാധികാരിയായിട്ട് മാറി എന്ന് വേണമെങ്കിലും അല്ലേ. ആഫ്റ്റർ ദ ഹിജ്റ ദ പ്രൊഫറ്റ് മുഹമ്മദ് ക്വിക്ക്ലി ബിക്കം ദ റൂൾ ഓഫ് മദീന അല്ലേ. മക്കയിൽ നിന്ന് മദീനയിൽ പോയി അല്ലേ. നിങ്ങൾക്ക് ആ പഠിക്കാൻ ഹിജ്റ വരെ എന്തായാലും പഠിക്കണം കേട്ടോ. വലിയ നോട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ, സംഭവം പിടികിട്ടിയോ കേട്ടോ. അദ്ദേഹം ഇത് മൊത്തം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുന്നു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ ആണോ? 16 അതിൻ്റെ മലയാളം മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണം. ഓക്കെ ആണല്ലോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇവിടെ വരെ എഴുതണം. ചോദ്യം കണ്ടേ. അടുത്ത 17ാമത്തെ ചോദ്യം. വാട്ട് വെയർ ദ സക്സസേഴ്സ് ടു ദ പ്രൊഫറ്റ് മുഹമ്മദ് ഹു കെയിം ടു പവർ ആഫ്റ്റർ ഹിസ് ഡെത്ത് നോൺ ആസ്. മുഹമ്മദ് നബിയുടെ നിര്യാണം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ അധികാരത്തിൽ വന്ന പിൻഗാമികൾ ഏത് പേരിലാണ്? അദ്ദേഹം അല്ലേ, പ്രൊഫറ്റ് മുഹമ്മദ് അലി. അദ്ദേഹം മരിച്ചതിന് ശേഷം, മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം അല്ലെ നിര്യാണത്തിന് ശേഷം ഈ അധികാരത്തിൽ പിന്നെ വന്നത് ആരൊക്കെയാണ്? അവരെ പറയുന്ന പേരാണ് കാലിഫ് കേട്ടോ. ഖലീഫമാർ എന്നാണ് മലയാളത്തിൽ. ഖലീഫമാർ. എന്തുവാണ് ഈ ഖലീഫ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ? പിന്നെ അവരുടെ ഭരണം എങ്ങനെയായിരുന്നു നിങ്ങൾ? അടുത്ത ആൾ വന്നപ്പോഴും പുതിയ ഭരണമായിരിക്കുമല്ലോ. എന്തുവായി കാലിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ റൂൾ ഓഫ് എ കാലിഫ്സ് ഈസ് നോൺ ആസ് കാലിഫേറ്റ് എന്ന് വെച്ചാൽ ഖലീഫമാരുടെ ഭരണമായിരുന്നു ഖലീഫ ഭരണം എന്ന്. അവരുടെ തന്നെ ഭരണമായിരുന്നു അല്ലേ. ഖലീഫമാരുടെ ഭരണമാണ് ഖലീഫ ഭരണം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. വാട്ട് വെയർ ദ 2 ഇമ്പോർട്ടൻ്റ് പൊസിഷൻസ് ഓഫ് ദ കാലിഫ്? കാലിഫിൻ്റെ പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന്. ദ കാലിഫ് വാസ് ബോത്ത് ദ റിലീജിയസ് ലീഡർ ഓഫ് ദ ഇസ്ലാം ആൻഡ് ദ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ദ അറബ് സ്റ്റേറ്റ്. ഈ ഖലീഫ ഇസ്ലാം മത വിഭാഗത്തിൻ്റെ മത അധ്യക്ഷനും, ഖലീഫ എന്ന് പറയുന്നത് ഇസ്ലാം മതവിഭാഗത്തിൻ്റെ മത അധ്യക്ഷനും അറബ് രാഷ്ട്രത്തിൻ്റെ തലവനുമായിരുന്നു.
ഖലീഫയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണേ നിങ്ങൾ കേട്ടോ. ഖലീഫ എന്ന് പറയുന്നത് ഇസ്ലാം മതവിഭാഗത്തിൻ്റെ മത അധ്യക്ഷനും അറബ് രാഷ്ട്രത്തിൻ്റെ തലവനും ആയിരുന്നു. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ അറബ് എംപയർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 കാലിഫ്സ്? ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? കേട്ടോ, ആദ്യത്തെ 4 ഖലീഫമാർ എന്നാണ് അല്ലേ, ഖലീഫമാരാണ് ഭരിച്ചത്. ഒരു ഖലീഫമാർ, ഒരാളല്ല, ഖലീഫമാരാണ്. അപ്പോൾ ഈ 4 ഖലീഫമാരുണ്ടായിരുന്നു. ഈ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഈ അറബ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? മദീനയായിരുന്നു കേട്ടോ. ഇതും ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം. 20ാമത്തെ മദീന. ഓക്കെ ആണോ? 20 ഓക്കെ. 21ാമത്തെ ആദ്യകാല ഖലീഫമാർ. അപ്പം നമ്മൾ പറഞ്ഞു 4 പേര് ഖലീഫമാരുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അല്ലേ? ആരൊക്കെയായിരുന്നു നിങ്ങളെ ഖലീഫമാർ? 4 പേര്. അപ്പോഴും എന്തായിരുന്നു? മദീനയായിരുന്നു അവിടുത്തെ തലസ്ഥാനം, ക്യാപിറ്റൽ അത് തന്നെ ആയിരുന്നു. പക്ഷെ ആരൊക്കെയാ? അബൂബക്കർ ഉണ്ടായിരുന്നു, ഉമർ ഉണ്ടായിരുന്നു, ഉസ്മാൻ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു കേട്ടോ. ഈ 4 പേരുടെയും പേരൊന്ന് പഠിച്ചു വെക്കണേ. ഹു സീസ്ഡ് പവർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ 4th കാലിഫ്? അതായത് ഏറ്റവും ലാസ്റ്റിലത്തെ ആളാണ്, ഖലീഫയിലെ ഏറ്റവും ലാസ്റ്റിലത്തെ ആളാണ് ഈ അലി അല്ലേ? അതായത് 4ാമത്തെ ഖലീഫയുടെ, അതായത് അലി നിര്യാണത്തെ, അലി മരിച്ചു. ആദ്യത്തെ 4 പേരാണ് മൊത്തം ഉള്ളത്. അവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4ാമത്തെ ആളും ആളുടെയും മരണത്തിന് ശേഷം അല്ലെങ്കിൽ നിര്യാണത്തെ തുടർന്ന് ആരാണ് പിന്നീട് അധികാരം പിടിച്ചെടുത്തത്? നമ്മുടെ മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം പിന്നെ ഇവർ വന്ന് ഖലീഫമാരല്ലേ പിന്നെ ഭരിച്ചിരുന്നത്. അവർക്കും മരണശേഷം പിന്നെ ആരാ വന്നത്? ആ ഓർഡറൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. 4ാമത്തെ ഖലീഫയുടെ നിര്യാണത്തെ തുടർന്ന് ആരാണ് അധികാരം പിടിച്ചെടുത്തത്? അദ്ദേഹം സ്ഥാപിച്ച രാജവംശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻ ദ ഇൻസെക്യൂരിറ്റി ദാറ്റ് ഫോളോവഡ് ദ ഡെത്ത് ഓഫ് ദ 4th കാലിഫ്സ്, അലി ആരാ നോക്കിയേ? മുആവിയ എന്നാണ് കേട്ടോ. അതിനെ നമ്മൾ ഉമവിയ എന്നാണ് ഇനിയും പറയാൻ പോകുന്നത്. ഉമവിയ കേട്ടോ. ദ ഗവർണർ ഓഫ് സിറിയ സീസ്ഡ് പവർ. 4ാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ, പിന്നെ അങ്ങോട്ട് അരക്ഷിതാവസ്ഥയായിരുന്നു അല്ലേ, അവിടെ സിറിയയിലെ ഗവർണറായ മുആവിയയാണ് ആ അധികാരം പിടിച്ചെടുത്തത്. പേരെങ്ങനെയുണ്ട്? മൗവിയ എന്ന് വേണ്ടല്ലോ പറഞ്ഞു. മൗവാവിയ അല്ലേ, മുആവിയ എന്ന മലയാളം അതിനകത്തിലുണ്ട്. ഈ ഉമവിയ രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടേക്കാണ് മാറ്റിയത്? ഇനിയും തലസ്ഥാനം ഇനി വരുന്നവർ ഇനി മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം 4ാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്ന് അവിടെ ഭയങ്കര അരക്ഷിതാവസ്ഥയുണ്ടായി. സിറിയയിലെ ഗവർണറായ മുആവിയ എന്ത് ചെയ്തു? ഈ അധികാരമെല്ലാം അദ്ദേഹം പിടിച്ചെടുത്തു. ഈ ഉമവിയ രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമവിയ ഡയനാസ്റ്റി മൂവ്ഡ് ദെയർ ക്യാപിറ്റൽ ടു, പേര് നോക്കണേ, ഉമവിയ രാജവംശം അവരുടെ തലസ്ഥാനമായ സിറിയയിലെ ദമാസ്കസിലേക്ക് മാറ്റി. ദമാസ്കസ് എവിടെ? സിറിയയിലെ ദമാസ്കസിൽ കേട്ടോ, മലയാളം ഉണ്ട് ഇവിടെ. ദമാസ്കസിലേക്ക് മാറ്റി കേട്ടോ. 24ാമത്തെ ചോദ്യം. വാട്ട് വെയർ ദ മേജർ റീഫോർമേഴ്സ് ഇംപ്ലിമെന്റഡ് ബൈ? ആ പേരൊന്ന് നോക്കണേ നിങ്ങൾ. ഇംപ്ലിമെന്റഡ് ബൈ അബ്ദ് അൽ മാലിക്, ABD കേട്ടോ, അബ്ദ് അൽ മാലിക്. പിന്നെ ഏതായിരുന്നു? ഉമവിയ കാലിഫ് എംബ്രൈസിങ് അറബ് ഐഡന്റിഫൈ. ഈ ഉമവിയ വംശത്തിലെ ഖലീഫയായിരുന്ന അബ്ദ് അൽ മാലിക് അറബ് സ്വത്തിന് ഊന്നൽ നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ടെസ്റ്റിലെയൊക്കെ ചോദ്യം കേട്ടോ, അല്ലാതെ ഞാനൊന്നും ഒപ്പിച്ചെടുക്കുന്നതല്ല. ഇതൊക്കെ എങ്ങനെ പഠിക്കുമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും. ഇപ്പോൾ പേരൊക്കെ നോക്കിയേ. ഉമവിയ വംശത്തിലെ ഖലീഫയായിരുന്ന ഉമവിയ, അടുത്ത വംശം വന്നില്ലേ, അതിലെ ആളുടെ പേരാണ് അബ്ദ് അൽ മാലിക് കേട്ടോ. ഈ അറബ് സ്വത്തിന് ഊന്നൽ നൽകി നടപ്പിലാക്കിയ പ്രധാന ഇനി അദ്ദേഹം വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഉമവിയ വന്നതിന് ശേഷം നോക്കിയേ. അറബിക്ക് വാസ് മെയ്ഡ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബി അങ്ങ് ഭരണഭാഷയാക്കി. എല്ലാവരും അറബി സംസാരിക്കണമെന്നായി. അറബി അവരുടെ ഭരണഭാഷയാക്കി. ഇംപ്ലിമെന്റഡ് ദ ഇസ്ലാമിക് കറൻസി സിസ്റ്റം. ഇസ്ലാമിക നാണയ വ്യവസ്ഥ അദ്ദേഹം നടപ്പിലാക്കി. ബിൽറ്റ് ദ ഡോം ഓഫ് ദ റോക്ക് ഇൻ ജെറുസലേം. ജെറുസലേമിൽ ഡോം ഓഫ് ദ റോക്ക് നിർമ്മിച്ചു.
ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലും ഉണ്ട്. നിങ്ങൾ ഇത് യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഡോം ഓഫ് ദ റോക്ക് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേ നല്ല കളർ പിക്ചർ വരും കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കണേ. ജെറുസലേമിലെ ഡോം ഓഫ് ദ റോക്ക് ആരാ ഇതൊക്കെ നിർമ്മിച്ചത്? അബ്ദൽ മാലിക്. പേരോർത്തോണേ. അദ്ദേഹം എന്തെല്ലാം കൊണ്ടുവന്നു? അറബി ഭരണഭാഷയാക്കി, അവിടെ നാണയവ്യവസ്ഥ നടപ്പിലാക്കി, ഡോം ഓഫ് ദ റോക്കും അദ്ദേഹം നിർമ്മിച്ചു. Who came to power after overthrowing the Umayyad dynasty? What was the name of this dynasty? ഈ ഉമയ്യ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അടുത്തത് അവരുടെ ഭരണം അല്ലേ, അവർ ഭയങ്കര ഭരണം നടത്തിയപ്പം അവരെ പുറത്താക്കിക്കൊണ്ട് ഭരണത്തിൽ വന്നത് ആരാണ്? ഇനി അവരിങ്ങനെ ഓരോന്നും ഇങ്ങനെ വന്നപ്പോൾ അടുത്ത ആൾ വന്നല്ലേ. അപ്പം ഭരണത്തിൽ പിന്നെ വന്നത് ആരാണ്? ഈ രാജവംശത്തെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉമയ്യയ്ക്ക് ശേഷം നിങ്ങൾ ആ ഓർഡറിൽ ഒരു പേപ്പർ എടുത്തിട്ട് ആദ്യം നമ്മൾ റോമൻ എംപയറെ കുറിച്ച് പഠിച്ചു, അത് കഴിഞ്ഞില്ലേ അതിങ്ങനെ പിന്നെ ഇസ്ലാമികളെ കുറിച്ച് പഠിച്ചു, അത് ഓർഡർ ആ കറക്റ്റായിട്ട് പേനയിട്ട് എഴുതിയിടണം കേട്ടോ. ഈ ഉമയ്യയ്ക്ക് ശേഷം വന്നതാണ് അബ്ബാസികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. The Abbasid dynasty was established under the leadership of Abdul Abbas കേട്ടോ, who overthrew the Umayyad dynasty. They moved the capital from the Damascus to എവിടെയാണ്? ബാഗ്ദാദ്. ആ പേരൊക്കെ നോക്കിയേ കണ്ടോ. 25ാമത്തെ ചോദ്യം. ഉമയ്യ രാജവംശത്തെ പുറത്താക്കി, ആ ചോദ്യം കണ്ടോ നിങ്ങൾ? ഉമയ്യ രാജവംശത്തെ പുറത്താക്കി കൊണ്ട് അബ്ദുൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസി ഭരണം നിലവിൽ വന്നു. ഇവർ തലസ്ഥാനം ദമാസ്കസിൽ നിന്നും അങ്ങ് ബാഗ്ദാദിലോട്ടും മാറ്റി. ദമാസ്കസിൽ നിന്നും ബാഗ്ദാദിലോട്ട് മാറ്റിയത് ആരാണ്? അബ്ബാസികളാണ് കേട്ടോ. അബ്ബാസിയകൾ കേട്ടോ. ഉമയ്യ രാജവംശത്തെ പുറത്താക്കിയിട്ട് ആരാ വന്നത്? അബുൽ അബ്ബാസിയാണ്. അദ്ദേഹം അബ്ബാസീസ് ഭരണം കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ദമാസ്കസിൽ നിന്നും അവരെന്ത് ചെയ്തു? അതിൻ്റെ തലസ്ഥാനമില്ല ക്യാപിറ്റല് ബാഗ്ദാദിലോട്ടും മാറ്റി. ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അടുത്തത് 26ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ് ടു ദ വേൾഡ് ഈസ് മാത്തമാറ്റിക്സ് ആൻഡ് ദ നമ്പർ സിസ്റ്റം? ഗണിതശാസ്ത്ര രംഗത്തും സംഖ്യാസമ്പ്രദായത്തിലും അറബികൾ ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകൾ എന്തെല്ലാമാണ്? ചോദ്യം നോക്കിയോ നിങ്ങളെ. ഗണിതശാസ്ത്ര രംഗത്തും സംഖ്യാസമ്പ്രദായത്തിലും അറബികൾ ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകൾ എന്തെല്ലാമാണ്? ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ് ടു ദ വേൾഡ് ഇൻ ദ മാത്തമാറ്റിക്സ് ആൻഡ് നമ്പർ സിസ്റ്റംസ് ആർ ദ ഫോളോ. 1. ആൾജിബ്ര. 2. അറബിക് ന്യൂമറൽസ്. 3. ദ അറബ്സ് വേർ ദ വൺ ഹൂ സ്പ്രെഡ് ദ സീറോ വിച്ച് ഈസ് ആൻ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് ത്രൂ ഔട്ട് ദ വേൾഡ് കേട്ടോ. അറബികൾ കൊണ്ടുവന്ന് എന്തൊക്കെയാ? ഗണിതശാസ്ത്ര രംഗത്തും സംഖ്യാസമ്പ്രദായത്തിലും അറബികൾ ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകൾ ബീജഗണിതം, ആൾജിബ്ര കൊണ്ടുവന്നു. പിന്നെ അറബിക് ന്യൂമറൽസ്, അറബി അക്കങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഏതാ? ഇന്ത്യയുടെ സംഭാവനയായ പൂജ്യം. ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാ? പൂജ്യം കേട്ടോ. ലോകത്താകെ വ്യാപിച്ചത് അറബികളാണ്. എല്ലായിടം വ്യാപിപ്പിച്ചത് അറബികളാണ്. What were the main areas and diseases that the Arabs knew about the science? ശാസ്ത്രമേഖലയിൽ അറബികൾക്ക് അറിവുണ്ടായിരുന്ന പ്രധാന മേഖലകളും രോഗങ്ങളും എന്തെല്ലാമാണ്? ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? രോഗങ്ങളെക്കുറിച്ച് അവർ തിരിച്ചറിഞ്ഞില്ലേ? കെമിസ്ട്രി എന്ന് വെച്ചാൽ രസതന്ത്രം, ഇൻവെൻറ്റർ ഓഫ് മെനി കെമിക്കൽ പ്രോസസ്സുകൾ, നിരവധി രാസപ്രക്രിയകളുടെ ഉപജ്ഞാതാക്കളായി ഉണ്ടായിരുന്ന അതൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. നിരവധി രാസപ്രക്രിയകളുടെ ഉപജ്ഞാതാക്കളാണ്. പിന്നെ ഓപ്റ്റിക്സ് എന്ന് വെച്ചാൽ പ്രകാശ ശാസ്ത്രത്തെക്കുറിച്ച് അവർ പറഞ്ഞു. ദ മെയിൻ ഡിസീസസ് ദേ ന്യൂ അബൌട്ട് ഇൻക്ലൂഡഡ് ട്യൂബർകുലോസിസ്, സ്മാൾ പോക്സ്, സ്റ്റൊമക്ക് ക്യാൻസർ ആൻഡ് പ്ലേഗ്. അവർക്ക് അറിവുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ക്ഷയം, ട്യൂബർകുലോസിസ്, സ്മാൾ പോക്സ് എന്ന് വെച്ചാൽ ബസൂരി അല്ലേ, പ്ലേഗ്, പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് ക്യാൻസർ, ഉദര അർബുദം എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ആരാണ്? ശാസ്ത്രമേഖലയിൽ അറബികൾക്ക് അറിവുണ്ടായിരുന്ന കാര്യങ്ങളാട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം അത് കേട്ടോ. ഓക്കെ, 27. അടുത്ത 28ാമത്തെ ചോദ്യം. വാട്ട് ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് ഫേമസ് ബുക്ക് ഇൻ അറബിക് ലിറ്ററേച്ചർ? അറബി സാഹിത്യത്തിലെ പ്രസിദ്ധ ഗ്രന്ഥമായി പരാമർശിക്കുന്നത് ഏതാണ്? 1001 രാവുകളാണ് കേട്ടോ. ദ 1001 നൈറ്റ്, 1001 രാവുകൾ. ഇനി നമ്മുടെ ടെസ്റ്റിൽ കുറേ ശാസ്ത്രകാരന്മാരുടെ പേര് തന്നിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് പേജ് നമ്പർ 102 കണ്ടോ. അൽറാസി വൈദ്യശാസ്ത്രത്തിലായിരുന്നു. കിതാബ് അൽ ഹാവി, മുമ്പ് ഞാൻ കുറേ ആദ്യത്തെ 2-3 എണ്ണം തന്നില്ലയോ, അതിതാ. അൽ സെന്ന
അൽസെന്ന അതും വൈദ്യശാസ്ത്രമാണ്. അൽ ഖാനൂൻ ഫിറ്റ്യൂബ് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അൽ ബിറുനി ഭൗമശാസ്ത്രമാണ്. താഖീഖുമാൽ ഹിന്ദ്. ഉമർ ഖയാം സാഹിത്യമാണ്. റുബായിയാത്ത്. ഫിർദൗസി സാഹിത്യമാണ്. ഷാഹ്നാമ. നമ്മൾ ആദ്യത്തെ 1-2 ഇതിലേ ആയിരുന്നു വൺ വേർഡ് കേട്ടോ. അപ്പം ഗ്രന്ഥങ്ങൾ, നിങ്ങളോട് ഗ്രന്ഥങ്ങൾ ചോദിക്കുമ്പോൾ നോക്കിയേ കണ്ടോ, ഉമർ ഖയാമിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതാണ്? ഇത് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഈ 5 ഇച്ചിരി പാടാ, എന്നാലും അത് പഠിക്കണം. അടുത്ത ഇനി നമ്മൾ പഠിക്കുന്നത് മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ലാസ്റ്റാണ്. മംഗോളിയൻ എംപയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗോൾസ് വേർ എ നൊമാഡിക് ട്രൈബ്സ് ദാറ്റ് ലീവ്സ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് സെൻട്രൽ ഏഷ്യ. മധ്യ ഏഷ്യയുടെ കിഴക്ക് ഭാഗത്ത് വസിച്ചിരുന്ന നാടോടികളായ ഗോത്രവർഗമായിരുന്നു മംഗോളിയർ. They were peoples who traveled on horseback in search of pastures during the day and lived in tent at night. പകൽ മുഴുവൻ അവർ പുൽമേടുകളിൽ, നമ്മൾ പഠിക്കുന്ന മംഗോൾസിനെ കുറിച്ചാണ്, പകൽ മുഴുവന് ഇവർ പുൽമേടുകൾ, പാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പുൽമേടുകൾ എന്നാണ് കേട്ടോ, പാസ്റ്റേഴ്സ്, പുൽമേടുകൾ തേടി കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കും. പകൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുമെന്ന്. എന്നിട്ട് രാത്രിയിലോ ഏതെങ്കിലുമൊക്കെ കൂടാരങ്ങളിൽ വസിക്കും. ചെറിയൊരു ഷെഡ് പോലെ കെട്ട ടെൻ്റ് അടിക്കത്തില്ലേ, അതാ വസിക്കുകയും ചെയ്തിരുന്ന ഗോത്രവർഗമായിരുന്നു മംഗോളിയർ. എന്നാൽ ഇറ്റ് വാസ്, അതിനകത്തുള്ള ഈ ഒരു പേര് നോക്കണേ കേട്ടോ, ചെങ്കിസ് ഖാൻ. ആ പേര് നോക്കിയേ, ജെങ്കിസ് ഖാൻ. ഹൂ റിയൽ നെയിം വാസ് ആ പേര് നോക്കണേ, ടിമുജിൻ. ഹൂ യുണൈറ്റഡ് ദീസ് ഡിഫറെൻറ്റ് മൊങ്കോൾ ട്രൈബ്സ് ഹൂ ഹാഡ് ബീൻ ഫൈറ്റിംഗ് ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മൊങ്കോൾ എംപയർ. അതായത് വളരെ കാലമായിട്ട് പരസ്പരം പോരാടിയിരുന്ന വ്യത്യസ്ത മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് ഈ മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ചെങ്കിസ് ഖാൻ ആയിരുന്നു. എന്താണ്, വളരെ കാലമായിട്ട് പരസ്പരം പോരാടിയിരുന്ന വ്യത്യസ്ത മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് ഈ മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് നമ്മുടെ ചെങ്കിസ് ഖാൻ ആയിരുന്നു. പിന്നെയോ ടെമുജിൻ എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. ടെമുജിൻ, ആ പേരൊക്കെ കണ്ടോ കേട്ടോ, ടെമുജ്, ആ പേരൊക്കെ ഒന്ന് പഠിക്കണേ. 30. ഓക്കെ, അടുത്ത 31. മംഗോളിയരുടെ തലസ്ഥാനം ഏതാണ്? 1 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മംഗോളിയരുടെ തലസ്ഥാനം കാരക്കോറമാണ് കേട്ടോ, കാരക്കോറം. ഇനി അടുത്ത മാലി എംപയർ, മാലി സാമ്രാജ്യത്തെക്കുറിച്ചാണ്. അത് ഞാൻ നിങ്ങൾ ആ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഞാനത് ടെസ്റ്റിലത്തെ ആ പാരഗ്രാഫ് ഫുള്ള് വേണ്ടുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ കയ്യിൽ എന്തായാലും ടെസ്റ്റ് കാണും. അതിൻ്റെ മലയാളം അർത്ഥം ഒന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ മാലി സാമ്രാജ്യത്തെക്കുറിച്ച്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ആഫ്രിക്കയിലെ പശ്ചിമ ഭാഗത്ത് വ്യാപിച്ചു കിടന്ന പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം. മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു മർസ കങ്കൻ മൂസ. ഇതൊക്കെ 1 മാർക്കിനും ചോദിക്കാം. മാലി എംപയറിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ ഇത് എഴുതണം. ഇഞ്ചിൻ ബത്തൂത്ത, ആ പേര് നോക്കി, അല്ല ഇബിൻ ബത്തൂത്തയിൽ നിന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ മാലിയിലേക്കുള്ള അറിവ് ലഭിക്കുന്നത്. മൻസ കങ്കൻ മൂസ ഇവിടെ വിദ്യാഭ്യാസം, കരകൗശല വിദ്യ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്വർണ്ണ നിക്ഷേപവും വടക്ക് ഭാഗത്ത് ഉപ്പ് നിക്ഷേപവുമായിരുന്നു അതിന് ഭയങ്കര പ്രസിദ്ധമായി കേട്ടോ. അതായത് മാലിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ മാലി രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം ഫുള്ള് സ്വർണ്ണ നിക്ഷേപത്തിനെ കുറിച്ച് പ്രസിദ്ധമാണ്. വടക്ക് ഭാഗത്തോ ഉപ്പ് നിക്ഷേപത്തിനെ കുറിച്ചും പ്രസിദ്ധമാണ്. ഇവിടുത്തെ പ്രസിദ്ധമായ പട്ടണങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാവോ, ജന, തിംബുക്തു എന്നാട്ടോ, തിംബുക്തു. അപ്പോൾ അതിനകത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ പശ്ചിമ ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമാണിത്. മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ മൻസ കങ്കൻ മൂസയാണ്. ഇബിൻ ബത്തൂത്തയിൽ നിന്ന് ആണ് നമ്മുടെ ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ മാലിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. മൻസ കങ്കൻ മൂസ എന്ന് വെച്ചാൽ അദ്ദേഹം വന്നതിന് ശേഷം വിദ്യാഭ്യാസവും കരകൗശല വിദ്യ എന്നിവയെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. ഈ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്വർണ്ണ നിക്ഷേപവും അതിൻ്റെ വടക്ക് ഭാഗത്ത് ഉപ്പ് നിക്ഷേപവുമാണ്. ഇവിടുത്തെ പ്രധാന പട്ടണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിദ്ധമായ പട്ടണങ്ങൾ എന്ന് വെച്ചാൽ ഗാവോ, ജന, തിംബുക്തു എന്നിവയാണ് കേട്ടോ. ഇനി അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കണേ നിങ്ങൾ. അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അസ്ടെക്കുകൾ, മായന്മാർ, ഇൻകാകൾ എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ഞാൻ അതിൻ്റെ മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാണ് ഇത് എഴുതിയത്. ആസ്റ്റെക്കുകൾ,
മായന്മാർ, ഇൻകാകൾ. കേട്ടോ, ഇപ്പം മാലി എംപയറിൻ്റെ ഒരു ബോക്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ബോക്സിലെ മൊത്തം എക്സ്പ്ലനേഷനാണിത്. നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏതൊക്കെ വരിയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അത് പഠിക്കുക. കേട്ടോ, ഇത് മൊത്തം അങ്ങ് പഠിക്കുന്നൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നല്ല കപ്പാസിറ്റി ഉള്ളവർ ഫുള്ള് പഠിക്കുക, ഫുള്ള് മാർക്ക് മേടിക്കുക. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഒക്കുന്നത്. കേട്ടോ, ഞാൻ ഈ സോഷ്യൽ ആയതുകൊണ്ട് മൊത്തം അങ്ങ് പഠി എന്ന് പറയുന്നില്ല. അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്രങ്ങളൊന്നും നോക്കണേ നിങ്ങളെ. ഒന്നാമത്തത് ആസ്റ്റക്കുകളാണ്. അപ്പോൾ ആസ്റ്റക്കുകളും നിങ്ങളുടെ ടെസ്റ്റിൽ ഉണ്ട്. എന്നുവെച്ചാൽ 12ാം നൂറ്റാണ്ടിൽ ഈ ആസ്റ്റക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് അങ്ങ് കുടിയേറി. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ടെനോക്ടിറ്റ്ലാൻ. ടിറ്റ്ലാൻ. ആ പേരൊക്കെ നോക്കി. ആസ്റ്റക്കുകളുടെ തലസ്ഥാനമാണ്. മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. അത് നമ്മൾ വൺ വേഡിൽ എഴുതിയാണ്. ആസ്റ്റക്കുകളുടെ കൃഷി എന്ന് വെച്ചാൽ ചോളം, ബീൻസ്, കുമ്പളങ്ങ, മത്തങ്ങ, മരച്ചീനി, ഉരുളൻകിഴങ്ങ് എന്നിവയാണ്. ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങളൊക്കെ ഇവർ ഉപയോഗിച്ചു തുടങ്ങി. അതായത് സ്വർണം, ചെമ്പ്, തകരം എന്നിവ വെച്ച് പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായിട്ട് അവർ കാൽമേക്കാക്കം എന്ന് പറയുന്ന സ്കൂളാണ് കേട്ടോ. പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായിട്ട് കാൽമേക്കാക്കും, മറ്റ് സാധാരണ കുട്ടികൾക്കായിട്ട് ടെപ്പോച്ച് കല്ലി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ആസ്റ്റക്കുകൾ രൂപീകരിച്ചത് കേട്ടോ. ആ പേരൊക്കെ ഒന്ന് നോക്കണേ. പ്രഭുക്കന്മാരുടെ കുട്ടികൾക്ക് കാൽമേക്കാക്കും, മറ്റു കുട്ടികൾക്കായിട്ട് ടെപ്പോച്ച് കല്ലി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചത്. ആസ്റ്റക്കുകളെ കുറിച്ചാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെയാണ് മായന്മാരെ കുറിച്ച്. 11-14 നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമാണ് ഈ മായന്മാർ. അവർക്ക് പ്രധാനമായിട്ടും അവരുടെ കൃഷി ചോളമാണ്. കരിങ്കല്ല് കൊണ്ട് കൊട്ടാരങ്ങളും ദേവാലയങ്ങളും ഒക്കെ അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചു. മനോഹരമായ മൺപാത്രങ്ങളും അവർ നിർമ്മിച്ചു. സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ഉണ്ടാക്കി. ചിത്രലിപികൾ അടങ്ങിയിരിക്കുന്ന അക്ഷരമാല അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ചെടിയിൽ നിന്നുണ്ടാക്കിയ കടലാസ് ഉപയോഗിച്ച് അവർ എഴുതാൻ ഉപയോഗിച്ചു. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പുരോഗതി നേടിയിരുന്ന ഇവർക്ക് പഞ്ചാംഗവും ഉണ്ടായിരുന്നു എന്നാണ്. ഇത് ഞാൻ ചുരുക്കി എഴുതിയേക്കുക, നിങ്ങളത് ഇച്ചിരി ഇതായിട്ട് എഴുതി കേട്ടോ. അതായത് 11-14 നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ചൊരു സംസ്കാരമാണിത്. അവരുടെ കൃഷി എന്ന് വെച്ചാൽ ചോളമാണ്. മായന്മാരെ കുറിച്ചാണ്. അവരുടെ കൃഷി അല്ലെ, അഗ്രികൾച്ചർ ചോളമാണ്. കല്ലുകൊണ്ട് അവർ കൊട്ടാരങ്ങളും ദേവാലയങ്ങളും ഒക്കെ അവർ നിർമ്മിച്ചു. മനോഹരമായ മൺപാത്രങ്ങൾ അവർ നിർമ്മിച്ചു. സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് അവർ ആഭരണങ്ങൾ ഉണ്ടാക്കി. ചിത്രലിപികൾ അടങ്ങിയ അക്ഷരമാല അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ചെടിയിൽ നിന്നും ഇല പറിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അവർ കടലാസ് വെച്ചിട്ട് എഴുതാൻ തുടങ്ങി. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പുരോഗതി നേടിയിരുന്ന ഇവർക്ക് പഞ്ചാംഗവും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആവും നിങ്ങളെ ഇൻകാകൾ എന്ന് പറയുന്നത്. ഇൻകാകൾ തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമാണ് പെറുവിലെ ഇൻക സംസ്കാരം. ഇവിടെ രാജാവായിരുന്നു മൊത്ത പരമാധികാരങ്ങളും. കുസ്കോ ആയിരുന്നു അവിടുത്തെ തലസ്ഥാനം. CUZCO. മധ്യ പെറുവിൽ 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പിച്ചു ഇവരുടെ നിർമ്മാണമാണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. ഈ മാച്ചു പിച്ചു ഒക്കെ എന്തോന്ന് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരുപാട് സമയം പോകുന്നതുകൊണ്ടാണ് അതൊക്കെ ഒഴിവായത്. മധ്യ പെറുവിൽ 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പിച്ചു ആരുടെ? ഇൻകാകളുടെ നിർമ്മാണമാണ്. ഇവരുടെ പ്രധാന വിളകൾ ചോളവും ഉരുളൻകിഴങ്ങുമാണ്. ക്യൂപ്പു എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി ഇവരാണ് നിലവിൽ കൊണ്ടുവന്നത്. ക്യൂപ്പു ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ആ നെറ്റിലൊന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്കത് എന്തുവാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ ഫുൾ നോട്ടും നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും തന്നിട്ടുണ്ട്. വൺ വേഡ് ഇതിനകത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോട്ട് തപ്പി നടക്കണ്ട, ഫുൾ നോട്ട് കൊണ്ട്. അപ്പോൾ എഴുതിയെടുത്തിട്ട് പഠിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും എഴുതിയെടുക്കുമ്പം നിങ്ങൾ തിരിച്ചും എനിക്ക് വേണ്ടി കേട്ടോ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.